ഇവരിപ്പോൾ എന്താ ചെയ്തു നിങ്ങൾ? ഇവര് പറഞ്ഞു ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അത് തവസ്സുൽ തന്നെയാണ്. മനസ്സിലായില്ല? ഇസ്തിഗാസ എന്ന നേരിട്ടുള്ള തേട്ടത്തെ അവർ തവസ്സുലാക്കി മാറ്റി. തവസ്സുൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇവരെ മുൻനിർത്തി അള്ളാഹിനോട് ചോദിക്കുക. അപ്പൊ അതേ ഉള്ളൂ എന്നാ ഇപ്പൊ ഏറ്റവും പുതിയ പ്രസംഗത്തിൽ പറയുന്നത്. ഇസ്തിഗാസയൊക്കെ തവസ്സുലാണ് എന്നാണ്. അതൊന്ന് കേട്ടോളൂ. അങ്ങനെ കാവൽ ചോദിക്കുമ്പോൾ ആ കാവൽ ചോദിച്ചത് അല്ലാഹു ഖബൂൽ ചെയ്യാൻ ഫലവത്താകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്തു. ഇസ്തിഗാസ തവസ്സുലാണ്. തവസ്സുലിന്റെ ഒരു ഇനമാണ് ഇസ്തിഗാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഊദു ബി റസൂലില്ലാഹ് എന്ന് പറഞ്ഞു. പടച്ചവന് കാക്കാൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞല്ല. അങ്ങനെ ഒരു സഹാബി വിശ്വസിക്കൂല. ഏതുപോലെ നമ്മൾ സാധാരണയായും ബദർ മൗലിദ് ഓതുമ്പോ പടച്ചറബിനോട് പറയും ബദരീങ്ങൾ കാവലിലേക്കല്ലാ. അതിന്റെ അർത്ഥം അള്ളാഹ് കാവൽ തരാൻ കഴിയാത്തതുകൊണ്ട് ബദരീങ്ങൾ കാവൽ വേണമെന്ന് അങ്ങനെ വല്ല മുസ്ലിമും വിശ്വസിക്കും? അങ്ങനെയല്ല. ബദരീങ്ങൾ കാവലിലേക്കല്ലാ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതുപോലെ. നിങ്ങൾ എങ്ങനെ ദുആ ചെയ്തത്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ധാരാളമായി പാടിയപ്പോ നബി തങ്ങളുടെ ദുആ അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്. അല്ലാഹുവേ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അദ്ദേഹത്തെ മുഴുവനും തവസ്സുലിലേക്ക് കൊണ്ടുപോവാണ്. കാരണം തവസ്സുല് ഏകദേശം ചിർക്കല്ലാന്ന് ബിസ്ലം ജുന്നൂരികളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ചോദിക്കണതോടെ തന്നെ പല മുൻനിർത്തി ചെയ്യാൻ പാടില്ല എന്നാൽ ചെയ്താലും അത് ശിർക്കൊന്നല്ല എന്നുള്ളിടത്താണ് ജിന്നു മുജാഹിദുകളൊക്കെ എത്തിയത്. അവിടേക്ക് കൊണ്ടുപോവാണ്. തവസ്സുലിന്റെ അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ അടിസ്ഥാന വിഷയം ഇസ്തിഗാസയാണ്. രണ്ട് തവണ വേണ്ടി പറയും. ഒന്നും തന്നെ ഇസ്തിഗാസ പറ്റില്ല. ഇസ്തിഗാസ തവസ്സുലിന്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണ് വേണമെങ്കിൽ അങ്ങനെ പറയാം. അത് ശരി തന്നെയാണ്. പിന്നെ ഇപ്പം അതന്നെ ഉള്ളൂ, തവസ്സുലിനുള്ളൂ, ഇസ്തിഗാസ ഇല്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ടില്ല. അതും കളവാ. എൻ്റെ വകയാണ്. ക്ലിപ്പ് ശരിക്കും കേൾക്കണോ തേടുസ്ഥാനിൻ്റെ എന്താ പറഞ്ഞെന്നില്ലേ? പച്ച മലയാളം എന്താ പറഞ്ഞേ? എന്നിട്ട് അതിന് ചോദ്യം ചെയ്യാൻ തേടുസ്ഥാന. എന്നാൽ ഇത് വലിയ ബഹുമാനം പറഞ്ഞ ശംസുൽ ഉലമയിൽ നിന്ന് ഒരുപാട് ഇൽമു കിട്ടിയ അത്ര ഇൽമു ഇപ്പുറത്തുള്ള എല്ലാവരും കൂടിയാലും ആർക്ക് ജിഫ്രി മുത്തുക്കോത്തങ്ങൾക്ക് ശംസുൽ ഉലമയിൽ നിന്ന് കിട്ടിയ ഇൽമിൻ്റെ അത്ര ആവൂല എന്ന് പറഞ്ഞ ഒതുക്കുന്നെന്ന് പറഞ്ഞല്ലോ. ആ ജിഫ്രി തങ്ങളെ ആ തങ്ങൾ പറഞ്ഞു കേട്ടോ. എനിക്കെന്ത് പറയാണ്ട്? അതിന് മുമ്പ് ആദ്യം ജിഫ്രി തങ്ങളെ പറ്റി ഇപ്പം പറഞ്ഞെന്ന് കേൾക്കുക. സനത് ക്ലിയർ ആവണല്ലോ. അപ്പോൾ ജിഫ്രി തങ്ങളെ പറ്റി നൗഷാദ് പറഞ്ഞ ആ ക്ലിപ്പ് ഒന്ന് കണ്ടോളി. 1-2 ക്ലിപ്പ്. എന്നിട്ട് ജിഫ്രി തങ്ങൾ പറഞ്ഞ ഞാൻ കാണിച്ചു തരാം. വേറെ ഉസ്താദ് വരുമ്പം അത് കുഴപ്പം. മുസ്താദ് എന്തെങ്കിലും പറഞ്ഞ അത് വഹാബി മറ്റേത് മറിച്ചത് അല്ലേ? എന്നാ കേട്ട ചങ്ങായി ഇജ് പറഞ്ഞ വലിയ ഇൽമു ശംസുൽ ഉലമയിൽ ഒരുപാട് ഇൽമു കിട്ടി. ശംസുൽ ഉലമ ഇൽമു കൊടുത്ത വർക്കത്തിൽ ഉള്ള ആളാണല്ലോ ആരെ ജിഫ്രി തങ്ങൾ വെച്ച് പറഞ്ഞേ. അപ്പോൾ ആ ജിഫ്രി തങ്ങൾ പറഞ്ഞു കേട്ടോളി. അതിന് മുമ്പ് ജിഫ്രി തങ്ങളെ പറ്റി ഇവൻ പറഞ്ഞു കേട്ടോളി. അത് ഞങ്ങളോട് വേണ്ട മോനെ. ഞാൻ എൻ്റെ തൗഹീദ് ഇല്ല ഇപ്പോഴത്തെ തൗഹീദ് ആ ജിഫ്രി തങ്ങളെ കൊണ്ട് ഞാൻ വിളിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഞാൻ ഇതാ മനസ്സിലായോ? എന്താ മനസ്സിലാക്കിയത്? എൻ്റെ പുതിയ തൗഹീദ് ഉണ്ടല്ലോ, കുഫ്രാൻ വാദങ്ങൾ ഓരോ വാദങ്ങൾ വാദിക്കണേ. അതൊന്നും ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പഠിപ്പിച്ചല്ല. 100 കൊല്ലം സമസ്ത ഉണ്ടായിട്ടേ സമസ്തന്റെ ചരിത്രത്തിൽ ഒരു ആലിമും പറയാത്ത ജിപ്പ് പറഞ്ഞു കൊടുക്കണ്ടേ. അത് ക്ലിപ്പ് വെച്ച് നമ്മൾ കഴിക്കും. മനസ്സിലായോ? എൻ്റെ കുഫ്രാൻ വാദമായി. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ കുഫ്രിയത്താണ്. ഇപ്പോൾ മംഗലാപുരത്ത് എന്ന് പറഞ്ഞേ, മലപ്പുറത്ത് എന്ന് പറഞ്ഞേ, മജീസിനെ കളിപ്പിച്ചല്ലോ. ആ ക്ലിപ്പുകളൊക്കെ ഉസ്താദിനെ മനസ്സിലാക്കിയ ശിഷ്യന്മാരിൽ പ്രധാനിയാണ് മഹാനരായ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ ഉപ്പാപ്പ. ഇ.കെ. ഉസ്താദിന്റെ നേരെ ശിഷ്യനാണ് അവർ. ഇ.കെ. ഉസ്താദുമായി വലിയ ബന്ധം സ്ഥാപിക്കുകയും ഇ.കെ. ഉസ്താദ് തന്നെ നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ മുദരിസായി വെക്കുകയും ചെയ്താണ് സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ. ഇവരെല്ലാരും കൂടിയാലും ഇനിയിപ്പോ ഇ.കെ. ഉസ്താദിൽ നിന്ന് ജിഫ്രി തങ്ങൾ സ്വായത്തമാക്കിയ ആ വിജ്ഞാനത്തിന്റെ ഒരു അരികിലേക്ക് വരാൻ പോലും ഇവിടെ എല്ലാരും കൂടിയാലും ആവില്ല. അത് ഇ.കെ. ഉസ്താദിന്റെ ഒരു പ്രത്യേക പൊരുത്താണ്. അപ്പോൾ ജിഫ്രി തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ പോകാൻ പറഞ്ഞില്ലേ? ഇ.കെ. ഉസ്താദിന്റെ പൊരുത്തത്തിൽ ഇ.കെ. ഉസ്താദിൽ നിന്നും ഒരുപാട് ഇൽമു കിട്ടിയ ആളാണ്. നമ്മൾ അതിനെല്ലാം എതിർക്കുന്നുണ്ട്. ജിഫ്രി തങ്ങളെല്ലാം എതിർക്കുന്നുണ്ട്. ഇപ്പം പറഞ്ഞു ഇപ്പം 10 തവണ കാപ്പറ്റം പറയാണ്. അതാ പറഞ്ഞത്. ഇവനെ ഉള്ളിൽ വിശ്വാസം ഉണ്ടോ? ഇല്ല. ആൽക്കുന്ന കീപ്പറ്റി പറയല്ലോ അവനെ. ഈ ജിഫ്രി തങ്ങൾ പറഞ്ഞാൽ കൽപ്പിച്ചരാ. അതിന് മുമ്പ് ഒന്നും കൂടി ഉണ്ട്. ജിഫ്രി തങ്ങൾ അംഗീകരിക്കുന്നു കൂടി പറയുന്നുണ്ട്. ജിഫ്രി തങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. ജിഫ്രി തങ്ങൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കും. എന്നിട്ട് കേൾക്കുകയും എന്നൊക്കെ വേഗം കാണിച്ചതാ. എൻ്റെ പൂതി ഇതിമ കൊടുത്തു ഞാൻ ഇൻഷാ അല്ലാഹ്. കണ്ടാ ചെയ്യും. ജിഫ്രി തങ്ങളോട് സ്നേഹം ഉണ്ടല്ലോ നിങ്ങളെ പരിപാടിയിലാക്കി. അത് തീർത്തിട്ടഞ്ഞ് ബാക്കി കാര്യമുള്ളൂ. എൻ്റെ തൗഹീദും വേണ്ടി കളിച്ചുമ്പം നമുക്ക് കാണാം. തങ്ങളെ തൗഹീദും എൻ്റെ തൗഹീദും ശംസുൽ ഉലമയിൽ മാതൃക ഉണ്ടല്ലോ. ശംസുൽ ഉലമ മാതൃകയായി കാണിച്ചെന്നാണ് ജിഫ്രി തങ്ങൾ. അപ്പോൾ നമ്മൾ ജിഫ്രി തങ്ങളുടെ എടുക്കേണ്ടി എൻ്റെ എടുക്കേണ്ടി ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇയാൾ പറഞ്ഞേ. ഒന്നുകൂടി ഇപ്പം പറയട്ടെ. സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ അവരെ ആദരിക്കുന്നു, അവർക്ക് വേണ്ടി ദ്വാരക്കുന്നു, അവരെ നമ്മൾ അംഗീകരിക്കുന്നു. ആർക്കായില്ല തടസ്സം? അപ്പോൾ ജിഫ്രി തങ്ങൾ ആദരിക്കുന്നു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, അവരെ നമ്മൾ അംഗീകരിക്കുന്നു. ആർക്കാ തടസ്സം?
അപ്പോൾ തടസ്സമില്ല, അംഗീകരിക്കും അല്ലേ? അതേ ജിബ്രീൽ തങ്ങൾ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ തവസ്സുലിന്റെ ഇനത്തിൽപ്പെട്ടാന്ന് പറഞ്ഞാലോ അംഗീകരിക്കുമോ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഇത് പറഞ്ഞാൽ അംഗീകരിക്കണമല്ലോ. കാരണം ശംസുൽ ഇൽമിൽ നിന്ന് കിട്ടിയതാണ് ജിബ്രീൽ തങ്ങൾക്ക്. ശംസുൽ ഇൽമിൽ നിന്ന് കരസ്ഥമാക്കിയതാണ് ജിബ്രീൽ തങ്ങൾ. ഇവിടെ ഇപ്പുറത്തുള്ള പണ്ഡിതന്മാർക്കൊന്നും ഇല്ലാത്ത, എല്ലാവരും കൂടിയാലും ജിബ്രീൽ തങ്ങളെ ഇൽമിൻ്റെ അടുക്ക് എത്തൂല എന്ന് പറഞ്ഞാൽ ആ ജിബ്രീൽ തങ്ങളെ ഇൽമിൽ നിന്ന് ഒരു ഇൽമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. എനിക്ക് എന്ത് പറയാണ്ട്? ഇനി വേറെ കുറേ കാണിച്ചാണ്ട് ഞാൻ പിന്നെ കാണിച്ചു തരും. ഇപ്പോൾ ചെന്ന് വേണ്ടോ കേട്ടോ? നിജ് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കണ്ടി, ജിബ്രീൽ തങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ എടുക്കണ്ടി. ശംസുൽ ഇൽമിൽ മാതൃക ഉണ്ടെങ്കിൽ ആദ്യം ഇതെന്നെ പഠിപ്പിച്ച് ജിബ്രീൽ തങ്ങൾ ശംസുൽ ഇൽമ മാതൃക കാണിച്ച ആളാണ്. ശംസുൽ ഇൽമ പ്രത്യേകം മുദരിസായി നന്ദിയിലൊക്കെ അത് നിശ്ചയിക്കുകയും അത് മുത്തുത്തങ്ങൾ വരാനുണ്ട്, ആ മുത്തുത്തങ്ങളുടെ സമസ്തക്ക് നേതൃത്വം കൊടുക്കുന്നത് ശംസുൽ ഇൽമ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് കാര്യം എന്ന് പറഞ്ഞല്ലോ. ആ ക്ലിപ്പിൻ്റെ അടുത്തുണ്ട്, ഞാൻ പെടുന്നില്ല, ആവശ്യം വന്നാടും. അത് നമ്മൾ മറ്റൊരു കാക്കാം. അപ്പോൾ ആ ജിബ്രീൽ തങ്ങളെ പറഞ്ഞിട്ടോളി. വേറെ എന്ത് പറഞ്ഞാൽ അപ്പോൾ വാഹബി വെക്കുക, പുസ്തകം ചോദ്യം ചെയ്യുക, പച്ച നോണിയും പറഞ്ഞുകൊണ്ട് നടക്കുക അല്ലേ? എന്നാൽ കണ്ടോ ജിബ്രീൽ തങ്ങൾക്കുള്ള ഇൽമിൽ നിന്നൊരു ഇൽമ. ഇനി ഒരുപാട് ഇൽമുണ്ട് കേട്ടോ ശംസുൽ ഇൽമിൽ കരസ്ഥമാക്കിയത്. അത് നമുക്ക് പിന്നെ കാണാം, ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരും. നമ്മളെ വിശ്വാസത്തിലുള്ളതാണ് ഇപ്പൊ നമ്മളെ മഹാന്മാരോടുള്ളതായ ഇസ്തിഗാസ. മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്താൽ അത് ആശയത്തിൽ അത് തവസ്സുല് തന്നെയാണ്. ഏത് മഹാനോടും ആ മഹാന്റെ ഹക്ക്, മഹാൻ ഞങ്ങളങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നബിയെ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവർ സഹായിക്കും എന്നുള്ള പറഞ്ഞതല്ലേ? ഇന്നമാ വലിയുക്കുമുല്ലാഹ് അവ റസൂലുഹും, അള്ളാഹ് സഹായിക്കും, അള്ളാഹുവിന്റെ റസൂൽ സഹായിക്കും, മുഅ്മിനീങ്ങൾ സഹായിക്കും എന്നൊക്കെ പറഞ്ഞതല്ലേ? അപ്പൊ അവരോടൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞതിന് വേണ്ടി അവരോട് സഹായം ചോദിക്കാൻ പറ്റും. അവരോട് സഹായം ചോദിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? അവര് സഹായിക്കും എന്ന് പറഞ്ഞാൽ അവര് മുഖേനയുള്ളതായ സഹായം അതൊരു തവസ്സുലിന്റെ അർത്ഥത്തിലാണ് അതുള്ളത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് സഹായം ചോദിച്ചില്ലേ? കേട്ടില്ലേ? ആശയത്തിൽ അത് തവസ്സുലിന്റെ ഇനത്തിൽപ്പെട്ടതാണ്, തവസ്സുൽ തന്നെയാണ്. ഇസ്തിഗാസ തവസ്സുലിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഇതന്നെയുള്ളൂ വേദോത്സവം പറഞ്ഞേ. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞ ആശയം തന്നെയാണ്. അത് വേണമെങ്കിൽ തവസ്സുലിന്റെ ഇനത്തിൽപ്പെട്ടതാണെന്ന് പറയാം. അതിന്റെ അടിസ്ഥാനം നോക്കുമ്പോൾ അത് തവസ്സുലിന്റെ ഇനത്തിൽപ്പെട്ടത് തന്നെയാണ്. അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ നിബിധങ്ങൾ തേടുകയാണ്. അപ്പോൾ തരുന്നതാര അള്ളാഹാണ്, നിബിധങ്ങൾ മുഖേന. അതന്നെ ജിബ്രീൽ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ നിബിധങ്ങൾ മുഖേന അള്ളാഹുവിലേക്ക്. അപ്പം അവിടെ തവസ്സുൽ നിബിധങ്ങളവിടെ ഒരു അടയാളനായിട്ടുണ്ട്. നേരെ നിബിധങ്ങളിൽ നിന്ന് കിട്ടുന്നത് നിബിധങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടി, നിബിധങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടി. അപ്പം അതാണ് ജിബ്രീൽ പറയുന്നത് ആശയത്തിൽ അത് തവസ്സുൽ തന്നെയാണ്. രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ട്, ആദ്യം പറയുന്നുണ്ട്, അവസാനം പറയുന്നുണ്ട്. എന്ത് പറയണ്ടേ? ഈ ഇൽമ ജിബ്രീൽ തങ്ങൾക്ക് കിട്ടി ശംസുൽ ഇൽമയിൽ നിന്ന്. ശംസുൽ ഇൽമയിൽ നമ്മൾ മാതൃകാക്കേണ്ടത് ശംസുൽ ഇൽമയിൽ മാതൃക ഉണ്ടല്ലോ. അപ്പോൾ ശംസുൽ ഇൽമ മാതൃകയാക്കി കാണിച്ച ആളോ ജിബ്രീൽ തങ്ങൾ. അപ്പോൾ ജിബ്രീൽ തങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അപ്പം നൗഷാദിനെ നമ്മൾ തള്ളണം, ചവറ്റുകൊട്ടയിലേക്ക് കയറിയണം. ഓനെ ക്ലിപ്പ് വെച്ചാൽ തെളിയിക്കണ്ടേ? മനസ്സിലായോ? ഇനി ഓൻ്റെ ഇടപെടലുണ്ട്. ഇസ്തിഗാസ ഇടപെടൽ, മഹാന്മാർ ഇടപെടലാണെന്ന് ആര് പറയുന്നുണ്ട്? ജിബ്രീൽ തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഇടപെടുന്ന ആളുകളോട് ഇടപെടാൻ ആവശ്യപ്പെടുക, അതന്നെ ഇസ്തിഗാസ. ഇടപെടുന്നവരോടല്ലേ ഇടപെടാൻ പറയലേ? അത് ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. എൻ്റെ തൗഹീദൊക്കെ പൊളിഞ്ഞ് പാളീസായി കഴിയും കേട്ടോ. ഇനി ഞങ്ങൾ പഠിപ്പിച്ചണ്ട, സുന്നത്ത് ജമാഅത്ത് ഞങ്ങൾ പഠിപ്പിച്ചണ്ട. ഇവിടെ സുന്നത്ത് ജമാഅത്ത് പഠിക്കാൻ ഇപ്പുറത്തും ആലിമ്യങ്ങളുണ്ട്, അപ്പുറത്തും ആലിമ്യങ്ങളുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമ്യങ്ങൾ അവിടുന്ന് ഞങ്ങൾ പഠിച്ചുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കോളി. പറ്റൂല, അടുപ്പിക്കാൻ പാടില്ല ഒരു ചാനൽക്കും. മനസ്സിലാക്കിക്കോളി. സമസ്തൻ്റെ ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേച്ച കുഫ്രൻ വാദങ്ങളുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കി. മറ്റേ പൈസ പറയല്ലേ പെന്ന്, ഒരുപാട് പേച്ച വാദങ്ങളുണ്ട്. അത് കറക്റ്റാണ്, എല്ലാവർക്കും അറിയാം. ആർക്കാ അറിയാത്ത? അതും വലിയ അപകടകരമായ വാദം. അള്ളാഹു തആല ഒരാൾക്ക് അധികാരം കൊടുത്താൽ അത് മൊബൈൽ കൊടുത്ത മാതിരിയാണ്. പിന്നെ മൊബൈൽ കിട്ടിയാൽ എങ്ങനെ കൈകാര്യം ചെയ്യാലോ? കൊടുത്താൽ അതിൻ്റെ മേലെ അധികാരം ഉണ്ടാവില്ലല്ലോ. എന്ന മാതിരി അള്ളാഹ് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിൽ നിന്ന് പോയി. പിന്നെ കാണിച്ചെന്ന് പഴയ തൗഹീദും പുതിയ തൗഹീദും പണ്ട് മറ്റേ കല്ല ഇവിടെ അല്ല. അത് മനസ്സിലാക്കിക്കോളി.